ഇത് കുഴപ്പമില്ല, മൊത്തത്തിൽ ഒരു വലിയ ഇതില്ല. സാധാ പഴയ സ്റ്റോറി, പഴയ പിന്നെ പുതിയ കുപ്പി സെറ്റപ്പ്, പിന്നെ കുറച്ച് മേക്കിംഗ് കൊള്ളാം, ഫൈറ്റ് കൊള്ളാം, അത്രേ ഉള്ളൂ. വളരെ മോശം എന്ന് വെച്ചാൽ നമ്മൾ കണ്ട് മറന്ന അതേ കഥ, അതേ തീം, അതേ സീക്വൻസും എല്ലാം. പിന്നെ അതിനകത്ത് ആകെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനേക്കാൾ മാത്രം മാറ്റം. സുകന്യ വന്നിട്ടുണ്ട്, പിന്നെ അവർ അങ്ങനെയുള്ള ആ ഒരു 2-3 ആൾക്കാരെ കൊണ്ടുവന്നിട്ടും വേണ്ട നമുക്ക് പടം വിജയിപ്പിക്കാൻ പറ്റുമോ? കഥയും തിരക്കഥയും അതിൻ്റെ ഒരു നമുക്ക് പുതുമയായിട്ട് എന്തെങ്കിലും വേണ്ടേ? ഒരു പുതുമയൊന്നും ഒരു ശതമാനം പോലും. ആക്ഷൻ സീക്വൻസ് ഒക്കെ ഓക്കെ, എൻ്റെ വീഡിയൊക്കെ ജോജു ജോർജിൻ്റെ വീഡിയൊക്കെ ഓക്കെയാണ്. രാജാവെന്നല്ലോ എൻ്റെ വാരി തെറിയാണ് വരുന്നത്. ജോജിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വീഡിയോയിലും എല്ലാം ഇഷ്ടമാണ്. പക്ഷേ ഇത് വളരെ മോശം. പഴയ ടെംപ്ലേറ്റ് കഥയല്ല, കുഴപ്പമില്ല. ജോജിലോടി കാണാം, ഫൈറ്റിലോടി കാണാം. ശരിക്കും ഒരു സിംഹാസനം തന്നെ അല്ല, അതൊക്കെ ഉണ്ട്, റിവെഞ്ച് സ്റ്റോറി അല്ലേ, എല്ലാവരും നമുക്ക് മനസ്സിലാവും. ഇന്റർവെല്ലിന് മുമ്പേ കഥ മനസ്സിലാവും, കുഴപ്പമില്ല. കണ്ടോണ്ടിക്ക് അത്രേ ഉള്ളൂ, അല്ല പറയത്തേക്കൊന്നുമില്ല. ജോജുവിൻ്റെ പ്രസക്തി അടിപൊളിയാണ്. ജിജു ജോർജിൻ്റെ ആക്ടിങ് സൂപ്പറാണ്. ഉള്ള നല്ല പടമാണ്, പക്ഷേ ക്ലൈമാക്സ് വരെ ശകലം നമ്മൾ പ്രതീക്ഷിച്ച പോകത്തില്ല. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു, നല്ല ഡയറക്ഷൻ. ജോർജ് ഭയങ്കര ഓവർ ഫൈറ്റും മാസും ഒരുമാതിരി സീരിയൽ ആണെങ്കിലും സ്ഥിരം പാറ്റേൺ ഓഫ് സ്റ്റോറിയാണ്, അല്ലാണ്ട് എടുത്തു പറയത്തക്ക പരിപാടിയൊന്നുമില്ല. റിവെഞ്ച് കാര്യങ്ങൾ, ഫാമിലി റിവെഞ്ചും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മെയിനായിട്ട് എടുത്തു പറയുന്നത് ഫൈറ്റാണ്. ഒരു 6ഓളം ഫൈറ്റുകളുണ്ട്. ആ ഫൈറ്റൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ട്. ആ ഫൈറ്റ് മാത്രമാണ് ശരിക്കും പടത്തിലുള്ളത്, എന്തെങ്കിലും കണ്ടിരിക്കാനുള്ള ഫൈറ്റാണ്. അല്ലാണ്ട് സ്റ്റോറി വൈസിൽ നമ്മൾ സ്ഥിരം കാണുന്ന പാറ്റേണാണ്. പിന്നെ മ്യൂസിക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. മ്യൂസിക് കാര്യങ്ങളൊക്കെ, ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ അതിനെ ഫൈറ്റിനനുസരിച്ച് പോകുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന സ്റ്റോറി വൈസ് അത്ര പുതുമയൊന്നും സൃഷ്ടിക്കില്ല. നോർമലി ഉള്ള കാണാനുള്ള ഒരു പടം. ഫൈറ്റ് കാണുന്നവർക്ക് വേണമെങ്കിൽ ഒന്ന് കാണാം. കുഴപ്പമില്ല, കണ്ടിരിക്കാം. ജോജു അടിപൊളിയാണ്, നമ്മളെ ഫാനല്ലേ. നല്ലൊരു ഇടി മാത്രമേ ഉള്ളൂ, വേറൊന്നും കഥയ്ക്കൊരു കാമ്പില്ലാത്തൊരു സംഭവം. ഇടി നല്ല സൂപ്പറായിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഷാജി കൈലാസിൻ്റെ ടിപ്പിക്കൽ ഒരു ഇടി. സിംഹാസനം അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റില്ല, പറയേണ്ടത് ഒരു കാമ്പില്ല. നാട്ടുരാജാവ് എന്നൊക്കെ പറയുന്നത് കാട്ടിലെ രാജാവായിട്ട് അവസാനിച്ചു പറയാൻ ഇല്ല. അങ്ങനെയൊന്നുമില്ല. ഒരു സ്റ്റണ്ടൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കുറേ വിദേശികളൊക്കെ ഇറക്കുമതിയൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റണ്ടിന് വേണ്ടി, അതൊക്കെ കൊള്ളാം. അവർ സ്റ്റണ്ട് പടം കാണാൻ ആഗ്രഹമുള്ളവർക്ക് കൊള്ളാം. ഒരു പഴയ വീഞ്ഞ് ഒരു പുതിയ ഒരു ഗ്ലോറിഫൈഡ് കുപ്പിയിൽ നിറച്ച ഒരു ഫീലിംഗ്, അത്രേ ഉള്ളൂ.